നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ്. മലബാർ സ്പെഷ്യൽ, കണ്ണൂർ സ്പെഷ്യൽ കലത്തപ്പം. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. പണ്ട് എനിക്ക് കലത്തപ്പം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കലത്തപ്പം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് നന്നായിട്ട് കലത്തപ്പം ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ കലത്തപ്പം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് എനിക്ക് കലത്തപ്പം ഉണ്ടാക്കൽ തന്നെയായിരുന്നു പണി. കലത്തപ്പത്തിന് ആ ഒരു പ്രത്യേക ടെക്സ്ചർ കിട്ടണം. മമ്മിയൊക്കെ പറയും നല്ല ആരുള്ള കലത്തപ്പം, അതായത് നല്ല ഹോൾസ് ഒക്കെ വന്ന് ഒരു കുറച്ച് ഇങ്ങനെ വരവരയായിട്ട് ഒരു പ്രത്യേക ടെക്സ്ചർ, അതാണ് പെർഫെക്റ്റ് കലത്തപ്പം. അതിന് അരി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നല്ല പഴക്കമുള്ള പച്ചരി വേണം അതിന് ഉപയോഗിക്കാനായിട്ട്. പുതിയ പച്ചരി ആകുമ്പം ഒരു പശിമ ഉണ്ടാവും, അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവരും ബിരിയാണി അരി കൊണ്ടൊക്കെ കലത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്, മമ്മി ഉണ്ടാക്കാറുണ്ട്, നന്നാവാറുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഇതുവരെയ്ക്കും കലത്തപ്പം ഫെയിൽ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പച്ചരി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള കലത്തപ്പം എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ഞാൻ 3/4 കപ്പ് പച്ചരിയാണ്. 3/4 കപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 200 ml കപ്പാണ്. അതിലിപ്പോൾ 3/4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെക്കാം. ഇളം ചൂടുവെള്ളം ആവരുത്, നല്ല തിളച്ച വെള്ളം ആവരുത്. നമുക്ക് കൈ ഒന്ന് മുക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലാത്തൊരു ചൂട്, അത്രയും മതി. ഇതിപ്പോൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി ചില പുതിയ പച്ചരിക്ക് നല്ല പശിമയായിരിക്കും. അപ്പോൾ ആ പശിമ ഒന്ന് കുറയ്ക്കാനാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അപ്പത്തിന് നല്ല കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. പിന്നെ ചൂട് അധികമായിട്ട് അരി വെന്ത് പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് 45 മിനിറ്റ് ആണ്, 45 മിനിറ്റ്സ് ആണ് നമ്മളിത് സോക്ക് ചെയ്ത് വെക്കേണ്ടത്. ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ. ശർക്കര പൊടിച്ചിട്ട് 3/4 കപ്പ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാമൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് പതുക്കെ ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. നമുക്കിത് ഒരു സ്ട്രെയിനറിൽ കൂടി അരിച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മളിപ്പം അരി കുതിർന്ന് വരുമ്പോഴത്തേക്കും ഇതങ്ങനെ തണുത്തോളും. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ഡാർക്ക് കളർ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. പച്ചരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചോറാണ്. ഞാൻ 1 ടേബിൾ സ്പൂണൊക്കെ ചോറ് ഇട്ടിട്ടുണ്ട്. ചോറ് അധികമായി പോകണ്ട. പിന്നെ അതിലേക്ക് 1 നുള്ള് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കൊരു 3 ഏലക്ക നമുക്ക് തൊലി പൊളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക ഞാൻ എപ്പോഴും പറയാറുണ്ട് തൊലി പൊളിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം തൊലിയിൽ മാത്രമേ പെസ്റ്റിസൈഡ് ഉള്ളൂ, ഉള്ളിലേക്ക് പെസ്റ്റിസൈഡ് ഉണ്ടാവില്ല. ഏലക്ക പൊടിച്ച് വെച്ചതിൻ്റെ അത് പിന്നെ ഇട്ട് കൊടുത്താലും മതി. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമായി പോകണ്ട, കാരണം നമ്മൾ ശർക്കര പാനിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി, അതായത് ഒരു 1/8 ടീസ്പൂൺ മതി. അത് കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. കുറച്ച് തേങ്ങ ചിരവിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് നമുക്കിത് അപ്പം കഴിക്കുമ്പോൾ സമയത്ത് കടിക്കാനായിട്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ. ഞാൻ അധികം ചൂടോടെ ഒഴിക്കാറില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. കുറച്ചൊരു വെള്ളം പോലെയാണ് വേണ്ടത്, ഒരുപാട് തിക്കാവരുത്. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൽ ചിലർ ജീരകം ഇടും കേട്ടോ. ജീരകം വേണമെങ്കിൽ നിങ്ങൾ ഏലക്കയുടെ കൂടെ ഇട്ട് കൊടുത്താലും മതി. ഞങ്ങൾ പക്ഷേ ഇടാറില്ല ജീരകം. ഞാനിപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ മാവിൻ്റെ ഉപ്പും മധുരവും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മളത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റും വേണം, മധുരവും വേണം. അപ്പം മധുരം വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം. പക്ഷെ മധുരം ഉണ്ട് ഇതിന്. കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട, ഒരു ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ.
എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത്, ഒരു പിടിയൊക്കെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിനൊന്നും അളവില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ചിലർക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെയുള്ളവർ ഇടണമെന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ചുവന്നുള്ളിയാണ് അത് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കലത്തപ്പത്തിന് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ചുവന്നുള്ളിയാണ്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് എണ്ണ അധികമായിട്ട് കിടക്കും. കാരണം ഈ അപ്പത്തേലോട്ട് എണ്ണ പിടിക്കുകയില്ല, ആ എണ്ണ മുഴുവൻ പുറത്ത് ഇങ്ങനെ കിടക്കും. വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പം ആദ്യം അരി അരയ്ക്കുന്നതിന് മുമ്പ് ഇത് അടുപ്പത്ത് വെക്കും. അടുപ്പത്ത് വെച്ച് ഇത് സിമ്മിൽ അവിടെ ഇട്ടേക്കും. എന്നിട്ടാണ് ഞാൻ അരി അരയ്ക്കാൻ പോവുക. അപ്പോൾ പിന്നെ ഇത് അരി അരച്ച് വരുമ്പോഴത്തേക്കും ഇത് പാകമായിട്ടുണ്ടാവും. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകരുത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉള്ളി മൂത്ത ഒരു സ്മെല്ല് വരും, അപ്പം വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിത് ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാവ് ഒഴിക്കുമ്പോൾ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. അത് ഒഴിച്ചപ്പോഴത്തേക്കും അതിൻ്റെ തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ കൂടെ മുകളിലോട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും അടിയിൽ പോയി സെറ്റിലായിട്ടൊന്നുമില്ല, എല്ലായിടത്തും കിടക്കും, അടിയിലും ഉണ്ടാവും മുകളിലും ഒക്കെ കിടക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. വെയിറ്റ് ഇടരുത്. എന്നിട്ട് നമ്മളിത് സൈഡിൽ കൂടെ നോക്കണം. സൈഡിൽ കൂടെ നോക്കുമ്പോഴേ നമുക്ക് ആവി പോകുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ആ നോസിലിൽ കൂടി ആവി പോകുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ആവി വരുന്ന സമയത്ത് സിമ്മിലേക്ക് മാറ്റിയിട്ട് 15 മിനിറ്റാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. 15 മിനിറ്റ് തന്നെ വേണ്ടി വരും. അപ്പോൾ നല്ല സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. അടുപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിൽ 3 ബർണർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ ബർണറിൽ വേണം വെക്കാനായിട്ട്. ആദ്യം മുതലേ ആ ബർണറിൽ തന്നെ വേണം വെക്കാനായിട്ട്. ഇപ്പോൾ ഏറ്റവും ചെറിയ ബർണർ അങ്ങനെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബർണറിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ബർണറിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. അപ്പം അത്രയും അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള ചൂട് കിട്ടില്ല. ഒരുപാട് ചൂടായി കഴിയുമ്പോൾ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ ആവി നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇനി നമ്മളത് വേവിക്കേണ്ടത് സിമ്മിലിട്ടിട്ടാണ്. എന്നിട്ടൊരു 15 മിനിറ്റാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ട സമയം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓഫാക്കുകയാണ്. ഈ 15 മിനിറ്റിലും നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. കാരണം നോസിൽ കൂടെ ആവി ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോയെന്ന്. കാരണം കുക്കറിൻ്റെ വാഷറിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആവി ശരിക്കും പോവില്ല കേട്ടോ. അതുകൊണ്ട് കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഓഫാക്കിയാലും ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നോസിൽ കൂടി ആവി പോകുന്നത് നിൽക്കുന്ന സമയത്ത് നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ആവി ഒന്നുമില്ല, എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നടുഭാഗം മാത്രം അങ്ങ് ഒരുപാട് കൂർത്ത് വന്നിട്ടൊന്നുമില്ല, മൊത്തത്തിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പം അടച്ചു വെക്കേണ്ട. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആവി വെള്ളം വീഴും. ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ ഒരു പേപ്പറോ മറ്റോ ഇട്ട് മൂടി വെച്ചാൽ മതി. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് നമ്മൾ സൈഡിൽ കൂടി ഒരു തവിയുടെ ബാക്ക് സൈഡോ അങ്ങനെ ചട്ടുകോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി എടുത്തിട്ട് ഫുള്ളായിട്ട് ഇളകിയതിന് ശേഷം മാത്രമേ കുക്കറിൽ നിന്ന് പുറത്തോട്ട് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നടുഭാഗം അവിടെ പറ്റിയിരിപ്പുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കണം എടുക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് കലത്തപ്പം റെഡി ആയിരിക്കുകയാണ്. നമുക്ക് മുറിക്കാം. ഇതാ കണ്ടോ കലത്തപ്പത്തിൻ്റെ ആ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റുമാണ്. നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ആരെന്ന് പറയുന്നതാണ് ആ ഒരു ടെക്സ്ചർ. എങ്ങനെ ഒരു നല്ല ഗ്യാപ്പായിട്ട് ഉള്ളിലൊക്കെ നല്ല ഹോൾസ് വന്നിട്ട് ആ ഒരു ടെക്സ്ചർ കണ്ടോ? ഈ ഒരു ടെക്സ്ചറാണ് കറക്റ്റായിട്ട് നമുക്ക് കലത്തപ്പത്തിന് വരേണ്ടത്. ശരിക്കും കലത്തപ്പത്തിന് നല്ല ടേസ്റ്റും വേണം, ഈ ഒരു ടെക്സ്ചറും വരണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ടെക്സ്ചർ കിട്ടണമെന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ആ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് പിടികിട്ടും. അപ്പോൾ അപ്പത്തിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വന്നോളൂ. ഇനിയിപ്പം ടെക്സ്ചർ ശരിയായില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിലൊരു കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ. ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം കണ്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ, കരിഞ്ഞിട്ടേ ഇല്ല ഒട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഉണ്ടാക്കാനായിട്ട്, എളുപ്പത്തിൽ കഴിഞ്ഞില്ല. കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ഒരു അപ്പം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.